ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിയുടെ അഭിപ്രായത്തിലാണല്ലോ സിംഗിൾ ലൈഫ് ആണോ മാരീഡ് ലൈഫ് ആണോ നല്ലത്? അങ്ങനെ വെച്ചിപ്പോ എന്നാടി പറയുന്നേ? എനിക്കിപ്പോ ഒരു ഓംലെറ്റ് കഴിക്കണം തോന്നി. ഞാൻ സിംഗിൾ ആയിരുന്നെങ്കിൽ എനിക്ക് മാത്രം ഉണ്ടാക്കി കഴിച്ചാൽ പോരെ. ഞാൻ മാരീഡ് ആയത് കാരണം ആർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം എന്നറിയാവോ? എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ലേ? ബാ, ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം. ഇത് ഞങ്ങളുടെ അടുക്കളയാണെന്ന് അറിയാലോ. ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാം. ഇതുകൊണ്ട് എന്നെ കാണിക്കാനാ? ഞാൻ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം സിംഗിൾ ലൈഫും മാരീഡ് ലൈഫും എന്താണെന്ന്. എടി, നീ അടുക്കളയിലാണോ? എനിക്ക് കാപ്പി ഇട്ടേരടി. കേട്ടല്ലോ, ഓർഡർ നമ്പർ 1. അമ്മേ, എനിക്ക് റോൾസ് ഉണ്ടാക്കി തരാവോ? ഓർഡർ നമ്പർ 2. അമ്മേ, എനിക്ക് കുറച്ച് വെള്ളം തരാവോ? കേട്ടല്ലോ, ഓർഡർ നമ്പർ 3. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഓർഡർ കുറവുണ്ട്. പക്ഷെ നീ കെട്ടിച്ചെല്ലുന്ന വീട്ടിൽ എത്ര പേരുണ്ടോ അത്ര ഓർഡർ നിനക്ക് കൂടിക്കൊണ്ടിരിക്കും. ഓ, വല്ലാത്തൊരു ജീവിതം തന്നെ. ഓമനമ്മേ, ഓമന പറ, സിംഗിൾ ലൈഫ് ആണോ മാരീഡ് ലൈഫ് ആണോ നല്ലത്? എടി, അത് മാരീഡ് ലൈഫ് തന്നെയാണ് നല്ലത്. ഓമനമ്മ അങ്ങനെ പറഞ്ഞേ? എടി, നമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞേ കഴിക്കാൻ കാലിന്റെ അവസാനം കുഴമ്പ് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിട്ടിയവനെ കാണത്തും. അതും ശരിയാണ്. എന്ത് ശരി? മാളു, എന്റെ പൊന്നു മാളു, കെട്ടിയവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരുടെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവര് മുന്നിൽ നിൽക്കും. നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാലോ അവർ എത്രത്തോളം താമസിക്കാവോ അത്രത്തോളം താമസിച്ചേ വരത്തുള്ളൂ. ഇപ്പൊ എന്റെ വീട്ടിൽ ആരുടെയും കല്യാണം ആണെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ എന്നെ തള്ളിവിടും. പുള്ളിക്കാരൻ വരത്തില്ല. അതേസമയം അവരുടെ വീട്ടിൽ ആരുടെങ്കിലും കല്യാണം ആയിരുന്നെങ്കിൽ എന്നെയും പിള്ളാരെ അച്ഛനെ അമ്മ എല്ലാരെയും കെട്ടിപ്പറക്കിക്കൊണ്ട് പോകും. മൊത്തത്തിൽ കെട്ടിയവന്മാർക്ക് ആരോടും ഒരു സ്നേഹമില്ല. ആരെപ്പറ്റി കുറ്റമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ? ആ ചെറുചേട്ടൻ, പൂജാന്റെ പറയുവാണേ ഭർത്താക്കന്മാർക്കാണ് ആരോടും ഒരു സ്നേഹവും ഇല്ലെന്ന്. അതെന്നാ അർത്ഥാണ് നിങ്ങൾ പറഞ്ഞേ? എങ്കിൽ നീ പറ, ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ചുമ്മാ തോന്നിയാസം പറയല്ലോ കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യമില്ല. എന്റെ ഷാനിന്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ജീവന്റെ ജീവനാ. നിങ്ങൾക്കറിയാവോ? അത് നീ കോഴിയായോണ്ട്. എന്റെ ശരത്തേട്ടൻ എന്നോട് സ്നേഹം കുറച്ച് കുറവാണെങ്കിലുവേ ഈ പരിപാടിക്കൊന്നും പോത്തില്ല. പിന്നെ കോട്ടയത്ത് പെണ്ണാലോചിച്ചിട്ട് ഒരു മനുഷ്യവന് പെണ്ണ് കൊടുത്തില്ല. പിന്നെ ജില്ല മാറി ആലോചിച്ചപ്പോഴാ ഒരു പെണ്ണിനെ കിട്ടിയത്.